നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണന് വേണ്ടി തിരച്ചിൽ തുടങ്ങി. തിരച്ചിൽ സംഘം ഫിഷറീസ് ബോട്ടിൽ പുറപ്പെട്ടു. ഒരു വള്ളത്തിലും സ്പീഡ് ബോട്ടിലുമായി കായൽ ഭാഗത്തും തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അനൽക സെയ്ത വിവരങ്ങൾ നൽകും. അനൽക, അപ്പോൾ രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ ഗൗതം കൃഷ്ണന്റെ അമ്മയുടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായിരിക്കുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു? ജെൽസി, അതായത് ഇന്ന് രാവിലെ ഏകദേശം 6:30-7 മണിയോട് കൂടിയിട്ട് തന്നെ ഈ തിരച്ചിൽ, അതായത് ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടിൽ, അതായത് ഈ തിരച്ചിൽ നടത്തേണ്ട ടീം, അതായത് ഈ വിദഗ്ധ സംഘമൊക്കെ തന്നെ ഈ കടലിലേക്ക് പോയിട്ടുണ്ട്. ആദ്യം കായൽ ഭാഗത്ത് നിന്നാണ് പരിശോധന തുടങ്ങിയത്. അതിനുശേഷം തന്നെ കടലിലേക്ക് പോയി പ്രത്യേക പരിശീലനം ലഭിച്ച സ്കൂബ ഡൈവിംഗ് സംഘം ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കാലാവസ്ഥ, അതായത് ചെറിയ രീതിയിൽ മഴ പെയ്തെങ്കിലും അത് ഈ തെരച്ചിലിനെ ബാധിക്കില്ല എന്നാണ് ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുകയും ചെയ്തത്. ഏതായാലും കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കോസ്റ്റൽ പോലീസിന് നേതൃത്വത്തിൽ ഈ ഡ്രോൺ ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ, അതായത് തീരത്ത്, അതായത് ഈ പുലിമുട്ടിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഭാഗത്ത് മൃതദേഹം അടിഞ്ഞിട്ടുണ്ടോ എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം എത്തിച്ചുകൊണ്ട് കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരിശോധന നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഈ ഗൗതം കൃഷ്ണന്റെ അമ്മ ഇന്നലെ കാര്യം ഈ ചർച്ച കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, താൻ ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഡ്രോൺ തിരച്ചിൽ നടത്തിയില്ലെന്ന കാര്യമാണ് പോലീസ് പറഞ്ഞതെന്നാണ് ഈ രേഷ്മ പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് പോലീസ്, അതായത് ഇന്നലെ കോസ്റ്റൽ പോലീസിന്റെ അടുത്ത് നിന്ന് ഗൗതം കൃഷ്ണൻ അമ്മയ്ക്ക് അത്തരത്തിലൊരു ഉറപ്പ് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഉറപ്പ് ലഭിക്കുന്നു. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും, അതിവിപുലമായിട്ടുള്ള പരിശോധനയായിരിക്കും ഇന്ന് നടത്തുക എന്ന കാര്യം ഇന്നലെ ഒരു ഉറപ്പ് രേഷ്മയ്ക്ക് ലഭിച്ചിരുന്നു. അതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ രേഷ്മ, അതായത് ഈ കോസ്റ്റൽ പോലീസിന് സമീപം അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കൊല്ലം ജില്ലാ കളക്ടർ അല്പനേരത്തിനുള്ളിൽ, അതായത് ഈ സ്ഥലത്തേക്ക്, അതായത് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവലോകനം ചെയ്യുകയും ചെയ്യും. ഫിഷറീസ് വകുപ്പ് മന്ത്രിയും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫിഷറീസ് വകുപ്പിന്. അതായത് ഈ തിരച്ചിലിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർ നൽകണം, അതിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം എന്ന കാര്യം കൂടി ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. എന്നാലും തിരച്ചിൽ ഇപ്പോൾ നല്ല രീതിയിൽ അത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ബോട്ടുകളിലാണ് പ്രത്യേകം ഈ സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള സംഘം രാവിലെ 6:30 കൂടിയിട്ട് തന്നെ ഇത്തരത്തിലൊരു സംഘം ഇങ്ങോട്ടേക്ക് തിരിച്ചത്. അതായത് ഇന്നേക്ക് 8 ദിവസം മുമ്പാണ് ഈ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഗൗതം കൃഷ്ണയുടെ അച്ഛനും അതോടൊപ്പം മുത്തച്ഛനും ഉൾപ്പെട്ട സംഘം ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വേണ്ടി ഈ കടലിലേക്ക് പോകുന്നത്. അതായത് ആ ഘട്ടത്തിൽ 28-ാം തീയതി ഫിഷറീസ് വകുപ്പ് പറയുന്നത് അന്ന് തന്നെ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് ഇറങ്ങരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശം, അതായത് ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നൽകിയിരുന്നു. കടൽ പ്രക്ഷുബ്ധമാനുള്ള സാധ്യതയുണ്ട്, അതായത് കടലിൽ ന്യൂനമർദ്ദം വരാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല, അത്തരത്തിലുള്ള നിർദ്ദേശനം, മുന്നറിയിപ്പ് മുൻകൂട്ടി തന്നെ നൽകിയിരുന്ന കാര്യമായിരുന്നു ഫിഷറീസ് ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ ഗൗതം കൃഷ്ണ അച്ഛന്റെയും മുത്തശ്ശന്റെയും മൃതദേഹം ലഭിച്ചു. പിന്നീട് ഈ തെരച്ചിൽ നടത്തിയിട്ട് പോലും ഈ ഗൗതം കൃഷ്ണന്റെ മൃതദേഹം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീടാണ് അമ്മ രേഷ്മ ഇന്നലെ കൊല്ലം നീണ്ടകരയിലുള്ള ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി നേവി വന്നിട്ട് തന്റെ നാവികസേന എത്തിക്കൊണ്ട് ഇവിടെ തന്റെ മകന് മൃതദേഹം കിട്ടാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ തെരച്ചിൽ നടത്തണമെന്ന കാര്യമായിരുന്നു ഈ രേഷ്മ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് കൊല്ലം ACP എത്തി രേഷ്മയോട് ചർച്ച നടത്തിയെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറാകുകയും ചെയ്തില്ല. അതിൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരച്ചിൽ ഏതായാലും പുരോഗമിക്കുന്നുണ്ട്. അതിൽ ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച സ്കൂബ ഡൈവ് വിദഗ്ധർ ഉൾപ്പെടെ എത്തിയിട്ടാണ് ഇപ്പോൾ പരിശോധന. ഏതായാലും തിരച്ചിൽ അവിടെ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അനൽക സെയ്ത നൽകിയത്.